ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഓൺലൈനായി നമ്മൾക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ്. ഒരു ഏജന്റിന്റെ അടുത്ത് ചെന്നാലും നമ്മളുടെ പേരിൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നമുക്ക് PSK അതായത് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് ഡേറ്റ് എടുത്ത് തരികയാണ് ചെയ്യുന്നത്. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് നമ്മുടെ ഫോട്ടോ അവിടെ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. പാസ്പോർട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പാസ്പോർട്ടിൽ ആരെങ്കിലും പേര് ചേർക്കുക, പേര് ഒഴിവാക്കുക, PCC എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആർക്കെങ്കിലും അതിനൊരു സഹായം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, പാസ്പോർട്ട് ഓഫീസിന്റെ സൈറ്റ് നമ്മൾ പോവുക. www.passportindia.gov.in എന്ന വെബ്സൈറ്റിന്റെ ഹോം പേജിൽ നമുക്ക് എക്സിസ്റ്റിംഗ് യൂസേഴ്സ്, ന്യൂ യൂസേഴ്സ്, ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ചെക്ക് അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റി, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റിയിൽ നമുക്ക് അടുത്ത എന്നത്തേക്കാണ് ഇനി പാസ്പോർട്ട് ഡേറ്റ് ഉള്ളത് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഏത് സ്ഥലത്താണെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യുക. ട്രിവാൻഡ്രത്തേക്കുള്ളതാണെങ്കിൽ ട്രിവാൻഡ്രം സെലക്ട് ചെയ്യുന്നു, കോഡ് അടിക്കുക. അവൈലബിലിറ്റി ഉള്ളത് എന്നാണെന്ന് നമ്മളെ കാണിച്ചു തരും. അടുത്തത് തിരുവനന്തപുരത്തിന്റെ കീഴിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അവൈലബിൾ ഡേറ്റ് നമുക്ക് അവിടെ കാണിക്കും. പോസ്റ്റ്പോൺ ചെയ്ത് വേറെ എടുക്കാൻ സാധിക്കും. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമിലേക്ക് പോവുക, അല്ലെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ന്യൂ യൂസർ രജിസ്ട്രേഷൻ ഓപ്ഷനിൽ നമ്മൾ പോകുന്ന ഉടനെ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ സെലക്ട് ചെയ്യുക. പാസ്പോർട്ടിൽ ഗിവൺ നെയിം, ഫസ്റ്റ് നെയിം പ്ലസ് മിഡിൽ നെയിം, ആദ്യത്തെ പേരാണ് സർനെയിമായിട്ട് ഉപയോഗിക്കുന്നത്. വിളിപ്പേര് സർനെയിമായിട്ട് ടൈപ്പ് ചെയ്യുക. ഗിവൺ നെയിം മുകളിൽ ടൈപ്പ് ചെയ്യുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ലോഗിൻ ID. നമുക്ക് ഇമെയിൽ ID മതിയെങ്കിൽ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോഗിൻ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് മറന്നുപോയാൽ ഹിന്റ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും കൊടുക്കുക. ക്യാരക്ടർ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പേജ് ഇതാണ്, ആപ്ലിക്കന്റ് ഹോം എന്നുള്ള പേജ്. അതിനകത്ത് അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഉണ്ട്, റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് ഉണ്ട്. പേജ് തീരാറായി അല്ലെങ്കിൽ പാസ്പോർട്ട് എക്സ്പയർ ആകുന്ന സമയത്ത് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റീഇഷ്യൂ. ഹസ്ബൻഡിന് വൈഫിന്റെ അല്ലെങ്കിൽ വൈഫിന് ഹസ്ബൻഡിന്റെ പേര് ആഡ് ചെയ്യണം. അങ്ങനെയുള്ളതെല്ലാം റീഇഷ്യൂ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫ്രഷ് പാസ്പോർട്ട് ഓപ്ഷനിലേക്ക് പോവാണ്. ഫ്രഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാം, റീഇഷ്യൂ പാസ്പോർട്ട് കൊടുക്കാം. സോഫ്റ്റ് കോപ്പി ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓഫ്ലൈൻ ഓപ്ഷൻ ഉണ്ട്, ഫോം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുക. ഇന്റർനെറ്റിന് സ്പീഡ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഫോം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കുകയാണ്. നമുക്ക് ഫ്രഷ് പാസ്പോർട്ട് ആണെങ്കിൽ ഫ്രഷ് പാസ്പോർട്ട് ഓപ്ഷനിലേക്ക് പോവുക. റീഇഷ്യൂ ആണെങ്കിൽ അതിൽ പോവുക. ഏത് ടൈപ്പ് പാസ്പോർട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം നോർമൽ പാസ്പോർട്ടിന്റെ തത്കാലുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ മാത്രം തത്കാൽ ഓപ്ഷനിൽ പോയാൽ മതി, അല്ലെങ്കിൽ നോർമൽ കൊടുക്കുക. നോർമലായിട്ട് 36 പേജ് പാസ്പോർട്ടാണ് സാധാരണ എല്ലാവർക്കും കിട്ടുന്നത്. 60 പേജ് വേണമെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇപ്പോൾ 36ന്റെ ഒരെണ്ണം ഞാൻ സാമ്പിൾ കാണിക്കുകയാണ്. നെക്സ്റ്റ് സർനെയിം ടൈപ്പ് ചെയ്യുന്നു. ജെൻഡർ, വേറെ പേരുണ്ടോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ്, പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കണം. പ്ലേസ് ഓഫ് ബർത്ത് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ആണോ എന്ന്, ഇന്ത്യ കൊടുത്തു. വില്ലേജ് കൊടുക്കണം. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, മാരിറ്റൽ സ്റ്റാറ്റസ്, അതിനുശേഷം സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ആണെങ്കിൽ അത്, പിന്നെ നമ്മുടെ പാൻ കാർഡ്, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജിലേക്ക് വരും. അതിനകത്ത് ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുക. ഫാദർ നെയിം, സർനെയിം, ഗിവൺ നെയിം, അത് വേറെ വേറെ ആയിട്ടാണ് കൊടുക്കേണ്ടത്. മദേഴ്സ് നെയിം. അടുത്ത പേജിലേക്ക് പോവുക. അവിടെ പ്രസന്റ് റെസിഡൻഷ്യൽ അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. എത്ര നാളായിട്ട് ഇവിടെ താമസിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള കോളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൗസ് നമ്പർ, വീട്ടുപേര്, ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നമ്മുടെ വില്ലേജ്, അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, നമ്മുടെ പിൻകോഡ് നമ്പർ ടൈപ്പ് ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. നമ്മുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം അടുത്ത പേജിലേക്ക് പോവുക. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഈ പേജിൽ കൊടുക്കേണ്ടത്. ഒരുപക്ഷെ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളെ ലഭിച്ചില്ലെങ്കിൽ അടുത്ത എമർജൻസി ആയിട്ട് അടുത്ത ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് അവരുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ ഈ പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് റഫറൻസിനുള്ള പേജാണ്. നമ്മുടെ വീടിനടുത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന 2 വ്യക്തികളുടെ പേര്, മൊബൈൽ നമ്പർ ഉൾപ്പെടെ നമുക്ക് റഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഈ പേജിലുള്ളത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അടുത്ത പേജിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രീവിയസ് നമുക്ക് പാസ്പോർട്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ എന്നുള്ള ഓപ്ഷനാണ്. പുതിയതായിട്ട് ഒരാൾ അപ്ലൈ ചെയ്യുന്ന ആൾക്ക് പ്രീവിയസ് പാസ്പോർട്ടിൽ ഇല്ലായിരിക്കുമല്ലോ. അപ്പം നോ കൊടുത്തിട്ട് അടുത്ത പേജിലേക്ക് പോവുക. ഇത് നമ്മുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും കേസ് എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ അതിനെപ്പറ്റി ഫില്ല് ചെയ്യാനുള്ള പേജാണ്. ഇതൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പാസ്പോർട്ട് എങ്ങനെയാണ് പ്രിന്റ് ചെയ്ത് വരുന്നത് അതിനെപ്പറ്റി നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് നോക്കുക. ഒരിക്കൽ കൂടി നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം എങ്ങനെയാണ് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഓരോ പേജിൽ ഇതാണ് കാണിക്കുന്നത്.
ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ഫാമിലി ഡീറ്റെയിൽസ്, നമ്മുടെ പ്രസന്റ് റെസിഡൻഷ്യൽ അഡ്രസ്സ്, പ്രീവിയസ് ചേഞ്ച് ഉണ്ടെങ്കിൽ എടുക്കുക, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, റെഫറൻസ് ആയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള 2 പേരുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ ഉൾപ്പെടെയാണ് കൊടുക്കേണ്ടത്. പ്രീവിയസ് പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ അതർ ഡീറ്റെയിൽസ് ഉണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽസ് അവിടെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പാസ്പോർട്ട് ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ, അതായത് നമ്മുടെ പേര് എങ്ങനെയാണ് പാസ്പോർട്ടിന്റെ പേജിൽ പ്രിന്റ് ചെയ്ത് വരുന്നത്, അതിനകത്ത് എന്തെങ്കിലും അക്ഷരത്തെറ്റുണ്ടോ അതൊക്കെ ഒന്നുകൂടെ നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് ഒന്നുകൂടെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും തെറ്റുണ്ടോ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ അവിടെ നമുക്ക് അതെല്ലാം ചോദിക്കും. അതിനുശേഷം സെൽഫ് ഡിക്ലറേഷൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ തന്നെ ടിക്ക് ഓൺ ചെയ്ത് നമ്മൾ കൊടുത്തതെല്ലാം ക്ലിയർ ആണ്, തെറ്റൊന്നുമില്ല ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു പേജാണ് സെൽഫ് ഡിക്ലറേഷൻ പേജ്. അതും കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റിൽ സബ്മിറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ നമ്മുടെ പേജ് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് സേവ് മൈ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഏത് പേജിൽ നിൽക്കുമ്പോഴും നമുക്ക് സേവ് ചെയ്യാം. നെക്സ്റ്റ് പേജിലും പ്രീവിയസിലേക്കും പോവാം. പ്രീവിയസ് പേജിൽ പോയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ നമുക്ക് നോക്കാം. ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ റെക്കോർഡെല്ലാം സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം പാസ്പോർട്ടിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഒന്നിൽ SBIയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇന്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ആക്കിയ ഒരു SBIയുടെ ബാങ്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ATM കാർഡ് വഴി, ക്രെഡിറ്റ് കാർഡ് വഴിയിട്ടും ഇതിന്റെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് സ്വന്തമായിട്ടുള്ളവരാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡുള്ള ആരുടെയെങ്കിലും സഹായം ഉപയോഗിച്ച് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ചെയ്യാം. SBI അല്ലാതെ അതർ ബാങ്കിൽ നിന്ന് പേ ചെയ്യുന്നതിന് സർവീസ് ചാർജ് ആയിട്ട് 25 രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് 1500 രൂപ 25 രൂപയുടെ ആവത്തുള്ളൂ. അതുപോലെ പാസ്പോർട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ പാസ്പോർട്ട് SMS സംവിധാനമുണ്ട്. നമ്മൾ 40 രൂപ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ SMSന്റെ ഓപ്ഷൻ നമുക്ക് എടുക്കാം. അപ്പം പാസ്പോർട്ടിന്റെ സ്റ്റാറ്റസ് എവിടെയാണ്, കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴത്തേക്കായിരിക്കും അവർ വരിക, പോലീസ് വെരിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് SMS വഴിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഡേറ്റ് കിട്ടും. ആ ഡേറ്റിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നമ്മൾ ഡയറക്റ്റ് ചെല്ലുക. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സേവാ കേന്ദ്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ സേവാ കേന്ദ്രത്തിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഈ ഫില്ല് ചെയ്ത ഫോമിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കണം. അതുപോലെ നമ്മൾ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റാസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോകേണ്ടോ നമുക്ക് ഇതിനകത്ത് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് വേണം നമുക്ക്. അതിനുശേഷം നമുക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, ഒറിജിനൽ എന്തൊക്കെയാണ് വേണ്ടത് അത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഫീസ് കാൽക്കുലേറ്റർ ആണെങ്കിൽ ഇവിടെ ഫീസ് കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പം പാസ്പോർട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് പാസ്പോർട്ട്, ഫ്രഷ് പാസ്പോർട്ട് എടുക്കുന്നതിന് എത്ര ചാർജ് ആവും, നമ്മുടെ ഏജ് ഇവിടെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് എത്ര പേജുള്ള പാസ്പോർട്ട് വേണം, നോർമൽ പാസ്പോർട്ട് എടുക്കുന്നതിന് എത്ര രൂപയാവും എന്ന് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കാണിച്ചു തരും. ഇനി തത്കാൽ പാസ്പോർട്ട് ആണെങ്കിൽ അതിന്റെ ചാർജ് എങ്ങനെയാവും അത് നമുക്ക് കാണിച്ചു തരും. 3500 രൂപയാണ് തത്കാലിന്. നോർമൽ പാസ്പോർട്ട് ആണെങ്കിൽ 1500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ മുമ്പ് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അത് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഡോക്യുമെന്റ് അഡ്വൈസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡോക്യുമെന്റ് അഡ്വൈസറിനകത്ത് പോയി കഴിഞ്ഞാൽ ഡോക്യുമെന്റ് റിക്വയർഡ് ഫോർ ഫ്രഷ് പാസ്പോർട്ട് അല്ലെ റീഇഷ്യൂ പാസ്പോർട്ട് അങ്ങനെ ഉണ്ട്. ഇപ്പം നമ്മൾ റീഇഷ്യൂ പാസ്പോർട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. റീഇഷ്യൂ പാസ്പോർട്ട് ഇപ്പം നമ്മൾ ഒന്നിൽ ഒരാളുടെ നോർമൽ പാസ്പോർട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ റീഇഷ്യൂ നമ്മുടെ അതേ പാസ്പോർട്ടിൽ തന്നെ ഒരു പാസ്പോർട്ട് പുതിയത് അപ്ലൈ ചെയ്യാൻ അതിന്റെ പേജ് തീർന്നതാണ് കാരണം ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. അല്ല ഇപ്പം നമ്മൾ പേഴ്സണൽ ഇപ്പം നമുക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ പേര് പാസ്പോർട്ടിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലേഴ്സിനകത്ത് പോവാം. അതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് അഡീഷൻ ഓഫ് സ്പൗസ് നെയിം. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അഡീഷൻ ഓഫ് സ്പൗസ് നെയിം ഡ്യൂ ടു മാരേജ്, കല്യാണം കഴിച്ചത് കാരണം ഭർത്താവിന്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിന് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിച്ചു തരും. ഓൾഡ് പാസ്പോർട്ട് ഒറിജിനൽ അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വേണ്ടത്. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഫസ്റ്റ് 2 and ലാസ്റ്റ് 2 പേജ്, മാരേജ് സർട്ടിഫിക്കറ്റ്, അതൊക്കെയാണ് അതിന് വേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഫ്രഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് ഡോക്യുമെന്റ് അഡ്വൈസറിൽ പോവുക. ഡോക്യുമെന്റ് റിക്വയർഡ് ഫോർ ഫ്രഷ് പാസ്പോർട്ട് അതിൽ നമ്മളോട് ചോദിക്കും നോർമൽ പാസ്പോർട്ടാണോ, കാറ്റഗറി ആപ്ലിക്കൻ്റ് എങ്ങനെയുള്ള ആളാ, അഡൾട്ട് കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചു, 1959 മുൻപുള്ള ആളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് പ്രസന്റ് അഡ്രസ്സിന്റെ പ്രൂഫ് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരേണ്ട സാധനമാണ്. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വാട്ടർ ബില്ല്, ടെലിഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ഇൻകം ടാക്സ് അസസ്മെന്റ് ഓർഡർ, ഇലക്ഷൻ കമ്മീഷൻ ഫോട്ടോ ID കാർഡ്, അങ്ങനെ ആധാർ കാർഡ്, പല ഇത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം.
അത് ബർത്ത് സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ്, അതായത് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒറിജിനൽ കൊണ്ട് കാണിക്കണം. അതോടൊപ്പം ECNR പാസ്പോർട്ടാണ് നമുക്ക് ഉള്ളതെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അതുകൂടെ എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, സെൽഫ് അറ്റസ്റ്റഡ് എല്ലാത്തിൻ്റെ ഒറിജിനലും ചേർത്ത് നമ്മൾ ഈ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടോടുകൂടി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ചെന്നാൽ അവിടെ നമുക്ക് അസിസ്റ്റൻസ് ലഭിക്കുന്നതാണ്. അവർ പറയുന്ന കറക്റ്റ് ടൈമിലും ഇവിടെ ചെല്ലേണ്ടതാണ്. ഇത്രയും നേരം വാച്ച് ചെയ്തതിന് നന്ദി. നിങ്ങൾക്ക് ഇത് പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.